നമ്മുടെ ലാലേട്ടൻ്റെ ഇഷ്ട വിഭവമായ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ സോ ഈസി. പഴം ഉണ്ടെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി സെർവും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ വീട്ടിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. പഴം വലിയ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 എണ്ണം എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതാ ഇങ്ങനെ സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുഞ്ഞു പീസായിട്ടോ ഇഷ്ടാനുസരണം കട്ടും ചെയ്യാം. പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നുമില്ല. സോ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നോട്ടെ. ശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് പഴം എടുക്കുന്ന അളവിനനുസരിച്ചിട്ട് വേണം നെയ്യ് എടുക്കേണ്ടത്. ഇനി ഓരോന്നായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ സ്ലൈസ് ചെയ്ത പഴവും ഇവിടെ അടുക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് മറുഭാഗം ഫ്രൈ ആകട്ടെ. ഏകദേശം ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം നീ കാണുന്നത് പോലെ മറിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്കൊന്ന് ചോപ്പിച്ചെടുക്കണമെങ്കിൽ ആ രീതിയിലെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാം ഒന്നങ്ങനെ ചെയ്തെടുക്കാം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഇത്ര മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മധുരമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അധികം എടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നോട്ടെ. അടുത്തതായി ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ഇട്ട് കൊടുക്കാം. അധികം വേണമെന്നുണ്ടെങ്കിൽ അധികം ഇട്ട് കൊടുക്കാം. കുറച്ചാണെങ്കിൽ അതിനങ്ങനെ അനുസരിച്ചിട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഏലക്ക ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തൊന്ന് നമുക്ക് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ ശർക്കരയും ആ തേങ്ങയും ഏലക്കയൊക്കെ ഒന്ന് നന്നായിട്ട് ആ പഴത്തിലേക്ക് പിടിച്ച് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് പഴം ഇനിയും അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നോട്ടെ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിന് പുറത്തായിട്ട് ഞാൻ 2 ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമാണ് ഇതിൻ്റെ മെയിൻ ഒരു ടേസ്റ്റി പാർട്ട്. പുറത്തായിട്ട് കുറച്ച് തേൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വളരെയധികം ടേസ്റ്റിയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക് യു.